കൊല്ലം കൊട്ടാരക്കരയിലെ കുളക്കട ഗ്രാമപഞ്ചായത്തിലുള്ള മടത്തിനാപ്പുഴ എന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. കല്ലടയാറിന് കുറുകെ ഒരു പാലം വരണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഇവിടെയുള്ള പ്രദേശവാസികളുടെ വലിയൊരു ആവശ്യം. നൂറ്റാണ്ടുകളായിട്ട് ഇവർ ഇവിടെ ഒരു പാലം വരുന്നതുമായി കാത്തിരിക്കുകയാണ്. ഈ വിഷയമാണ് ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. കടത്തിലേക്ക് എത്തുന്ന ഒരു വഴിയാണിത്. ഇത് സഞ്ചാരയോഗ്യമായ വഴിയാണ്. നിരവധി ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു വഴി തന്നെയാണ്. ഈ വഴി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാലാണ് ഇവിടെയാണ് കടത്ത് ഉള്ളത്. ഇവിടുത്തെ പ്രദേശവാസികൾ ആകെ ആശ്രയിക്കുന്ന ഒരു മാർഗമാണ് കടത്ത് സർവീസ്. ഇത് രണ്ട് താലൂക്കുകളാണ്, കൊട്ടാരക്കര താലൂക്കും കുന്നത്തൂർ താലൂക്കുമാണ്. അപ്പോൾ കുന്നത്തൂർ താലൂക്കിലേക്ക് ഇവിടത്തുകാർക്ക് സഞ്ചരിക്കാൻ എപ്പോഴും ആശ്രയിക്കുന്ന ഒരു കടത്ത് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇവിടെയാണ് ഒരു പാലം വരണം എന്നുള്ള വലിയൊരു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്കിതിന്റെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. ഒരു ഗ്രാമം ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ് ഇവിടെ ഒരു പാലം വരണം എന്നുള്ളത്. കാരണം തൊഴിലുറപ്പ് അംഗങ്ങൾ ഉൾപ്പെടെയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇവര് ചുറ്റിക്കറങ്ങിയാണ് ഈ ഒരു ഗ്രാമത്തിൽ രണ്ട് കരകളിലായിട്ട് എത്തുന്നത്. 3 വണ്ടി കയറിയൊക്കെയാണ് പോകണമെന്നൊക്കെയാണ് പറഞ്ഞത്. അതെന്ന് വെച്ചാൽ അങ്ങനെയാണോ? എന്താ നിങ്ങളുടെ ആവശ്യം? ശരി, ഞങ്ങൾക്ക് അവിടെ അത്യാവശ്യം ആശുപത്രി പോകണം, അതാണ് ഞങ്ങൾക്ക് മെയിൻ. അമ്പലത്തിൽ പിന്നെ അതുള്ള കാര്യം 3 വണ്ടി കയറി വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ഇവിടെ അവിടെ കയറാൻ പാടാ. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം ഈ ഒരു പാലം വേണ്ടത് ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ശരിക്കും ബന്ധുക്കളൊക്കെ കാണാൻ പോണെങ്കിൽ തന്നെ ചുറ്റിക്കറങ്ങി പോകണോ? പിന്നെ 3 വണ്ടി ചുറ്റിക്കറങ്ങി പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ വെള്ളം വന്നാൽ വെള്ളം വിടത്തുമില്ല. പാടാ. അത് തന്നെയല്ല, അക്കരെ കയറാൻ ബുദ്ധിമുട്ടാണ്. ഈ കാലും മുട്ടൊന്നും വയ്യാത്തവർക്ക് ഭയങ്കര പാടാണ് അക്കരെ യാത്ര ചെയ്യാൻ. അതാ ഇതിലേ കൂടെ ഒന്നും യാത്ര പോലും ഇപ്പൊ പാനൊക്കത്തില്ല. മറ്റേ ഞങ്ങൾ എപ്പോഴും വള്ളത്തെ പോകുന്നത്, ഇപ്പൊ വെള്ളത്തെ പോകത്തില്ല. പേടിയാ, വള്ളത്തിൽ കയറാൻ പേടിയാ. നിക്കത്തില്ല, കയറാൻ ബുദ്ധിമുട്ടാ. നമുക്കൊരു കാല് പൊക്കി കയറാൻ പാടാ. അവിടെ ഇറങ്ങി കയറാൻ പാടാ. ഒന്നാമത്തെ മെയിൻ അതാ. അക്കരെ ഇതിലേക്കുള്ള ആൾക്കാർ ബുദ്ധിമുട്ട്, ഇങ്ങോട്ട് കയറാനും അങ്ങോട്ട് പോകാനും ആരും ഇല്ലാത്ത. വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കും. അത്യാവശ്യമാണ്. അത്യാവശ്യം അത്യാവശ്യം. ഈ പ്രായമുള്ളവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. ഇത്ര ഉയർത്തി കിടക്കൂല, ഒരാൾക്ക് കാല് പൊക്കി കയറാൻ പാടില്ല. ഒരു പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം, വളരെ സന്തോഷം. ശരിക്കും ഒരു പാലം വരണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് പ്രദേശവാസികളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നില്ലേ? വർഷങ്ങളുടെ പഴക്കമില്ലേ? വർഷങ്ങളോളം അവിടെ ഒരു കഷായ ആശുപത്രി ഉണ്ട്. അതൊക്കെ പാനൊക്കെ വളരെ സൗകര്യമായി ഈ പ്രായമുള്ളവർക്ക്. ഇത് വന്നു കഴിഞ്ഞാൽ അതെ വരട്ടെ എന്നുള്ള ഒരു നടപ്പാലം. എങ്ങനെ ശരിക്കും പറഞ്ഞ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്? ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന വള്ളത്തെ കയറിയാ പോകുന്നത്. നിലയില്ലാത്ത ആറില്ലേ ഇവിടെ. വള്ളത്തിൽ കയറാൻ ഭയങ്കര പാടാണ്. വള്ളത്തെ കയറാൻ ഭയങ്കര പാടാ. പേടിയാ. വള്ളത്തെ ഒരു കൊച്ചുകൂടി ഉരുണ്ടും വീണ്ടുന്ന ആളൊക്കെ. ഞങ്ങളെ കഷായത്തിന് പോയപ്പോ 3 പേരുടെ താഴെ പൊത്തോന്ന് വീണു ഇവിടെ. പിന്നെ ഇവിടെ പിടിച്ചേറ്റി വിട്ടേതു എല്ലാരും കൂടെ. ഭയങ്കര കഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടപ്പാടാ മോനെ അക്കരെ ഇക്കരെ കയറാന്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് പാലം വേണം, കിട്ടിയേ പറ്റൂ. എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. എന്ന് തൊട്ടുള്ള ഞങ്ങളുടെ ആവശ്യം പാലം വേണമെന്നുള്ളത്. വള്ളത്തിൽ നിന്ന് ഇറങ്ങി അപ്പുറം പോകാനും കൊണ്ട് അവിടെ ഭയങ്കര ആഴമുള്ളടവാ, കയറാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ അമ്പലമുണ്ട്, ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അവിടെ ഒക്കെ പോകാൻ വേണമെന്നുണ്ടെങ്കിൽ പാലം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ചുറ്റിക്കറങ്ങിയാ പോകുന്നത്. വെള്ളം തെളിയുന്നില്ല കൊച്ചാട്ടന. വെള്ളം കൂടുതലാന്ന് ഞങ്ങൾ കയറ്റിലോട്ട് അങ്ങ് പോകും. ഞങ്ങളിവിടെ ചെയ്യുന്നത് വെള്ളം അങ്ങനെ കൊണ്ടുപോകും. പാടുക, വെള്ളം കൂടുതലാതെ പാടല്ലേ. ഇവിടെ മറിഞ്ഞാല കയത്തിലാ പോയി ഈ മടത്തനാപ്പുഴ കടവ് ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും വലിയ പ്രാധാന്യമുള്ളൊരു കടവ്. കാരണം അക്കരെ കുന്നത്തൂർ താലൂക്കും ഇവിടെ കൊട്ടാരക്കര താലൂക്കും. വർഷങ്ങൾക്ക് മുമ്പ് അക്കരയിലെ ഇക്കരെ ആളുകൾ തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടൊരു യാത്രാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള കാലമുണ്ടായിരുന്നു. നാട്ടിൽ കൂടെ ഇറങ്ങി കയറി പോകാമെന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ കാലഘട്ടം മാറി. ഇപ്പോൾ വലിയ ആഴമാണ്, വലിയ ഒഴുക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് ധാരാളം ആളുകൾക്ക് അക്കരെ പോകേണ്ടതായിട്ടുണ്ട്, അക്കരക്കാർ ഇക്കരെ വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവർ ഇപ്പോൾ ആശ്രയിക്കുന്ന ഇവിടെ ആവശ്യം PWD കടത്തുവള്ളമാണ്. അത് വളരെ
ദൗർഭാഗ്യകരം എന്ന് പറഞ്ഞിട്ട് ഈ പ്രദേശത്ത് കടത്തുക വലിയ പ്രയാസമുള്ള ഒരു സംഭവമായി മാറും. കാരണം പുഴ നേരിട്ട് ഒഴുകുന്ന സ്ഥലം, വലിയ ഒഴുക്ക്, വലിയ ആഴം. അപ്പോൾ ഒരു മനുഷ്യന്റെ അധ്വാനം കൊണ്ട് ഈ കടത്ത് അക്കരെ ചെല്ലുക വലിയ പ്രയാസമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ അക്കരെ ധാരാളം ആളുകൾക്ക് പോകേണ്ടതുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഐവർകാല ആയുർവേദ ആശുപത്രി, അത് അവിടെ കിടത്തി ചികിത്സകൾ ആശുപത്രി, സാധാരണ ആയുർവേദ ആശുപത്രിയല്ല. ഇപ്പോൾ കുറ്ററ, കുളക്കട കിഴക്ക്, മാവടി, പൂവറ്റൂർ പടിഞ്ഞാറ്, ഈ മടത്തനാപുരം, ആറ്റുശ്ശേരി മേഖലകളിലൊക്കെ ഉള്ള ആളുകൾ ഐവർകാല ഈ ആശുപത്രി ആശ്രയിക്കുന്നത് ഈ കട വഴിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പ്രായമുള്ള ആളുകളാണ് ആയുർവേദ ആശുപത്രി പോകുന്നത്. അവർക്ക് ഈ കടത്ത് അസൗകര്യമുള്ള ഈ കടത്ത് കയറി അക്കരെ പോകുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത്തരം നടപ്പാലകൾ വരുന്നതാണ് യാത്രാ സൗകര്യം മെച്ചപ്പെടാനും ആളുടെ സൗകര്യം. ഞങ്ങൾക്ക് അക്കരെ ഹോസ്പിറ്റലുണ്ട്, അവിടെ പോകണം. പിന്നെ ക്ഷേത്രമുണ്ട്, അവിടെ പോകണം. അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്. വള്ളത്തേലെ ഒരുപാട് ആൾക്കാർക്കും പേടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ. അങ്ങനെ വന്നിട്ട് എത്രയോ പേര് തിരിച്ചു പോകുന്നവരുണ്ട്, ക്ഷേത്രത്തിൽ പോകാൻ ഒക്കാതെയും ഹോസ്പിറ്റലിൽ പോകാൻ ഒക്കാതെയും ഒക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ അക്കരെ ബന്ധുക്കളെ വീട്ടിൽ പോകാനായാലും എല്ലാം ഞങ്ങൾക്ക് സൗകര്യമായിരുന്നു വന്നിരുന്നെങ്കിൽ. ഇപ്പൊ പോകണമെങ്കിൽ കിലോമീറ്റർ ചുറ്റണം, ഒരുപാട് ചുറ്റണം ഞങ്ങൾക്ക്. ഐവർകാലയൊക്കെ ബന്ധുക്കളുണ്ട്, അവർക്ക് ഇങ്ങോട്ട് വരാനേ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാ. മഴക്കാലം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? മഴക്കാലം ആകുമ്പോൾ തീരെയും പോകാൻ പറ്റത്തില്ല. വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഒട്ടും വിടാനൊക്കത്തില്ല. ആരും പേടിച്ച് പോകത്തുമില്ല. അഥവാ വിടാൻ പറ്റിയാലും പോകാൻ പേടിയാ എല്ലാവർക്കും. മെയിൻപാലം എല്ലാവരും നടപ്പാലമെങ്കിലും വേണമെന്നും പറഞ്ഞാൽ എത്ര നാളുകൊണ്ട് ജനങ്ങൾ കടന്ന് ഇത് പറയുന്നതാണ്. വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യം. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും? ഇവിടെ വെള്ളം ഉണ്ട്, ഇപ്പോഴും വെള്ളമുണ്ട്. പക്ഷെ അത്യാവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അന്നേരം ആൾക്കാർ ഇങ്ങനെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ കുറവാ. ഈ വെള്ളം ഉണ്ട് എന്നാലും ഇത് കടത്തെ കുറവാ. അക്കരെ പോകണമെങ്കിൽ ചുറ്റിക്കറങ്ങിയാ പോകുന്നത്. ഞങ്ങളുടെ പാലം വന്നതോടുകൂടി ആളുകൾ കുറവാ ഇവിടെ. അതുവഴി പോവാ. മടത്തിനപ്പുഴക്കാർക്ക് ഐവർകാലയിലേക്ക് എത്താൻ ഉള്ള ഏക മാർഗം ഈ ഒരു കടത്ത് സർവീസ് മാത്രമാണ് അല്ലേ? അത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ശരിക്കും ഇവിടെ ഒരു പാലം വേണമെന്നുള്ള വലിയ ആവശ്യമൊക്കെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ശരിക്കും ഇവിടെയുള്ള ഒരു ജീവിത രീതികളൊക്കെ? ഈ മടത്തനാപ്പുഴ, ഈ യക്ഷിക്കാവ് അമ്പലം നേരത്തെ ഒരു ചെറിയ കാവ് മാത്രമായിരുന്നു. അപ്പോൾ ഈ അന്ന് ഈ പറയുന്ന നമ്മുടെ ആറ്റുശ്ശേരി വഴിയുള്ള റോഡോ താഴത്തോട് വഴിയുള്ള റോഡോ അങ്ങനെ ടാർ ഈ റോഡുകളൊന്നുമില്ല. അന്ന് ഇതിലേ കൂടെ പോകുമെന്ന് പറയുമ്പോൾ ഇവിടെ അന്ന് 30 അടിയോ 40 അടിയോ താഴ്ചയില്ല. മണൽ നികന്നിരിക്കണം. നമ്മൾ മുട്ടിഞ്ചോ കയറും. ഒരു നടപ്പാലം വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ കൊണ്ട് വണ്ടി അപ്പുറം ഇപ്പുറം വണ്ടി കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ അക്കരെ കയറി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകാനുള്ള ഒരു സൗകര്യം വലിയ ഇതായിട്ട് മാറും. അതുകൊണ്ട് ബഹുമാന്യായ മന്ത്രിയുടെ അടുത്തും അതുപോലെ തന്നെ ഇവിടെ MP എല്ലാവരെയും സമീപിച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഒരു നടപ്പാലം. നല്ല ദട്ടായമുള്ള ഒരു കടവ് എന്ന നിലയിൽ ഈ ഇരു കരകളും വൃത്തിയാക്കി നല്ല പവലിയൻ സംവിധാനങ്ങളെ കൊണ്ട് വള്ളംകളി അടക്കമുള്ള ടൂറിസം മേഖലയ്ക്ക് സാധ്യതയുള്ളതാണ്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ വലിയ വിപുലമായ ഒരു ശ്രമവും പദ്ധതികളും പ്രോജക്റ്റുകളും വേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. കൊച്ചു മിനി പാർക്കുകൾ ഇതൊക്കെ ഞങ്ങളുടെയൊക്കെ സ്വപ്നം, ഞങ്ങളുടെ തൊഴിലാളി മെമ്പർമാരുടെ ഒക്കെ സ്വപ്നത്തിലുണ്ട്. പക്ഷെ ഫണ്ടിന്റെ അപര്യാപ്തം ഒരു വലിയ പ്രശ്നമാണ്. എന്താ പറയുന്നത് നാട്ടുകാരെന്നുള്ള രീതിയിൽ ഈ പാലം, ഇവിടെ ഒരു പാലം തന്നെയാണ് യഥാർത്ഥത്തിൽ ആവശ്യം. കാരണം ഈ പൂവറ്റൂർ പടിഞ്ഞാറ്, മാവടി, മടത്തനാപ്പുഴ, താഴത്ത് കുളക്കട, ആറ്റുശ്ശേരിയുടെ ഈ ഭാഗത്തുള്ളവർക്കെല്ലാം ഈ ഐവർകാലയായിട്ട് ബന്ധങ്ങൾ ഒരുപാടുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പം യഥാർത്ഥത്തിൽ പണ്ട് ഇവിടെ അങ്ങ് വേനൽക്കാലത്ത് വെള്ളം അങ്ങ് പറ്റുമായിരുന്നു. വെറുതെ നടന്ന് മുട്ടിഞ്ച വെള്ളം പോലും ഇല്ല, നമുക്ക് നടന്ന് കയറി പോകാമായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ വെള്ളം പറ്റത്തില്ല. ഇപ്പം ഇവിടെ തന്നെ ഒരു 2-3 ആൾ വെള്ളമുണ്ട്. അപ്പം ഒരിക്കലും നമുക്ക് കയറി ഇറങ്ങാനും ഒന്നും പറ്റത്തില്ല. ഇപ്പം അന്നേരം വള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വള്ളത്തിൽ ഇപ്പം ആളുകൾക്ക് കയറാൻ മടിയാ. ഒന്നാമതേ ആളുകൾക്ക് ഭയം. മറ്റേത് നമ്മൾ കയറി ഇറങ്ങി നടന്നു പോകാമായിരുന്നു, ഇപ്പം അതും പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥത്തിൽ പാലം വന്നില്ലെങ്കിൽ ഒരു നടപ്പാലമെങ്കിലും ആവശ്യമാണ്. പിന്നെ പഞ്ചായത്തും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും ബ്ലോക്കും എല്ലാം കൂടെ ചേർന്ന് ഒരു പരിശ്രമം നടത്തി ഇവിടെ തൽക്കാലം ഒരു നടപ്പാലമെങ്കിലും ഉണ്ടാവുന്നത് വളരെ നന്നായിരിക്കും. അത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അത് ഗുണപ്രദമാണ്. ഈ നോക്കാം, ആ പച്ചപ്പം കൊണ്ട് ഈ സൈഡ് മൊത്തവും തെങ്ങായിരുന്നു. ഈ തേങ്ങ അടത്തി മാലി കെട്ടും എന്ന് വെച്ചാൽ കയറിനകത്താക്കി, കയറ് പോലെ വല കയറിനകത്താക്കി കെട്ടിയിട്ട് മാലയിൽ ഇരുന്ന് തുഴഞ്ഞ് ഇത് കല്ലടയിലോട്ട് കൊണ്ടുപോയി അവിടുന്ന് കൊണ്ടുവന്ന് തൊണ്ടാക്കി കയറ് വിരിക്കുന്നതിനും തേങ്ങ ആക്കുന്നതിനും അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഇഷ്ടംപോലെ തേങ്ങ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ അന്ന് അങ്ങനെ ഒരു കടത്തുണ്ടായിരുന്നു, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു കാർഷിക രംഗത്ത്. ഏറ്റവും കൂടുതൽ നാളികേരമായിരുന്നു.
നാളികേരത്തിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് പിന്നെ കടമ്പനാട്ട് ചന്തയിലേക്കുള്ള സാധനങ്ങൾ ഞാൻ ഉൾപ്പെടെ കടമ്പനാട്ട് ചന്തയിലേ ഈ പൂവൻ കോഴി, പൊന്തം വാഴ, അന്നൊക്കെ പൊന്തം വാഴയാണ് ഏറ്റവും വലിയ വാഴക്കൊല, ഏത്തക്കൊലയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ചുമന്ന് കടമ്പനാട്ട് കൊണ്ടുപോയി അവിടെ നിന്ന് നല്ല മീനൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന മണ്ണടി ചന്ത, കടമ്പനാടി ചന്തയൊക്കെ, അത് കലയപുരം ചന്ത, വെറ്റിലയൊക്കെ നമ്മൾ കെട്ടി ചുമന്നാണ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എല്ലാ സാധനങ്ങളും കൊണ്ട് കാർഷിക കുളക്കട പഞ്ചായത്തും അതുപോലെ തന്നെ കുന്നത്തൂർ പഞ്ചായത്തും കാർഷിക രംഗത്തെ ഏറ്റവും മികവുറ്റ പഞ്ചായത്തുകളാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ആർ രശ്മിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ചേച്ചി, ശരിക്കും ഈ നാട്ടുകാരുടെ വലിയൊരു ആഗ്രഹമാണത്. ഉണ്ടായിട്ടുണ്ടോ? നടപടികളിലോട്ട് കടന്നിട്ടില്ല. എന്തായാലും ഈ പ്രദേശവാസികളുടെ വലിയ ആഗ്രഹം തന്നെയാണ് ഇവിടെ ഒരു പാലം വേണമെന്നുള്ളത്. ഞാൻ 2 തവണ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച ഒരു ജനപ്രതിനിധിയാണ്. ആ സമയത്തെല്ലാം നമ്മൾ ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോയി. ആ സമയത്താണ് തൊട്ടടുത്ത് ചെട്ടിയാരഴികത്ത് പാലം, ഈ വാർഡിൽ തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ പാലത്തിന്റെ നടപടികളുമായി ഞങ്ങൾ ആദ്യം മുന്നോട്ട് പോയി. അതിനുശേഷം ആ പ്രദേശവാസികളുടെ സ്വപ്നം പൂവണിഞ്ഞു. ഇനി അടുത്ത ഒരു പരിശ്രമത്തിലേക്ക് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ മുന്നോട്ട് പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഒരു പാലം ചെയ്യുക എന്നുള്ളത് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 6 മീറ്റർ വീതി ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു വർക്കും ഏറ്റെടുക്കാൻ പറ്റൂ. അപ്പൊ 6 മീറ്റർ ഉള്ള ഒരു പാലം എന്ന് പറയുന്നത് അത്ര PWDക്ക് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ജില്ലാ പഞ്ചായത്തിനും ചെയ്യാം. പക്ഷെ നമുക്കറിയാം, കോവിഡ് മഹാമാരിയുടെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതം വളരെ കുറവാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വർക്കുകളെല്ലാം വളരെ കുറച്ച് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്തായാലും ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്ന ഒരു 2-ചക്ര വാഹനമെങ്കിലും കടന്നു പോകുന്ന ഒരു പാലമാണ് ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞത്. തീർച്ചയായും ആ ആവശ്യവുമായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഈ വാർഡിനെ 10 വർഷം പ്രതിനിധീകരിച്ച ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിലും ഈ പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിലും ജനങ്ങളോടൊപ്പം ഏതറ്റം വരെ പോയി അത് നേടിയെടുക്കാനുള്ള പരിശ്രമം എന്റെ ഭാഗത്തു കൂടി ഉണ്ടാവും. നിലവിൽ PWD കടത്തുള്ള സ്ഥലം കൂടിയാണിത്. ചെട്ടിയാരഴകത്ത് പാലത്തിന്റെ അവിടെയും PWD കടത്തുണ്ടായിരുന്നു. ഇവിടെയും നിലവിൽ PWD കടത്തുണ്ട്. അപ്പം ആ കടത്ത് മാത്രമാണ് ഏക ആശ്രയം എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ആ സ്വപ്നം പൂവണിയുന്നതിനുള്ള പരിശ്രമം ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ ഒരു കൂട്ടായ പരിശ്രമം തന്നെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. കടത്തുന്ന മനുഷ്യനല്ലേ, അദ്ദേഹത്തിന് ഇത്രയും പ്രയാസപ്പെട്ട് കൊണ്ടുപോകുന്നതിന് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ കൊണ്ടുപോകാൻ പ്രയാസം. അപ്പോൾ 4 5 ആളുകൾ വരുന്നത് വരെ അദ്ദേഹം കുറ്റം പറഞ്ഞാൽ അവരുടെ മനുഷ്യനാണ്. അപ്പോൾ ആ 4 പേരോ 5 പേരോ വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുന്നു. കാരണം എന്താ, ഒരാളെ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകുന്ന വലിയ ദൂരം. അപ്പോൾ 5 പേരെങ്ങനെ വരട്ടെ, അല്ലെങ്കിൽ 3 പേര് 4 പേര് വരട്ടെ, സ്വാഭാവികമായിട്ട് അദ്ദേഹം ചിന്തിച്ച് തെറ്റല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്യാവശ്യക്കാർക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അതിനെല്ലാം ഉണ്ടാകുന്നൊരു പരിഹാരമാണ് ഒരു നടപ്പാലം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ പറ്റും. ഇതൊരു വളരെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ ഒരു ആവശ്യമാണ്. ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ സ്ഥലവും ഇതാണ്, ഈ തൂക്കുപാലം വരേണ്ട സ്ഥലം. അതുകൊണ്ട് കിട്ടുമെന്നാണ് തൂക്കുപാലം. മറ്റേ പാലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ അമിതമായ മോഹമില്ല. കാരണം നമ്മൾ യാഥാർത്ഥ്യത്തോടെ പൊരുത്തപ്പെടുന്നുണ്ട്. കാരണം തൊട്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കേവലം 1.5 കിലോമീറ്റർ താഴെയും 1.5 കിലോമീറ്റർ മുകളിലുമായി 2 വലിയ പാലങ്ങൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായി ഇനി ഇതിനിടയ്ക്ക് ഒരു പാലം ഉടനടി വരുമെന്നുള്ള യാഥാർത്ഥ്യത്തിൽ അങ്ങനൊരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷെ തൂക്കുപാലമെങ്കിലുമാണ് നമ്മുടെ ആവശ്യം. ബഹുമാനപ്പെട്ട കെ എൻ ബാലഗോപാൽ മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തി, ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് MP ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്, പലതരത്തിലുള്ള ശ്രമവും നടത്തുന്നുണ്ട്, പല തരത്തിലുള്ള ആളുകളെ കൊണ്ട് ശ്രമം നടത്തുന്നുണ്ട്. കിട്ടുമെന്നാണ് പ്രതീക്ഷ. നമ്മുടെ ഉള്ളപ്പം ഈ ഗ്രാമവാസികൾ ചേരുകയാണ്. അപ്പം എത്രത്തോളം ആവശ്യമാണ് നിങ്ങൾക്ക്? നമ്മുടെ ഈ മടത്തനാപ്പുഴ, പ്രത്യേകിച്ച് കുളക്കട ഗ്രാമപഞ്ചായത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ആയുർവേദ ആശുപത്രിയായിട്ട് വലിയ രീതിയിൽ സഹകരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പം നിലവിൽ പോകണമെങ്കിൽ ഞാങ്കടവ് വഴി കറങ്ങി അല്ലെങ്കിൽ മണ്ണടി ചെന്ന് കറങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ആ റോഡ് തന്നെ മോശപ്പെട്ട് കിടക്കുകയാണ്. അപ്പം വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വള്ളം തന്നെ ഒരു പ്രായം ചെന്ന ആളാണ്. അപ്പം പുള്ളിക്ക് ഇത് കൊണ്ടുപോകാൻ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അപ്പം ഇത് ജനങ്ങൾക്ക് ഇങ്ങനൊരു നടപ്പാലം വന്നാൽ അത് വലിയേറെ ഉപകാരപ്രദമായിരിക്കും. ഈ വള്ളത്തിൽ കയറാനും ബുദ്ധിമുട്ടുണ്ടല്ലോ. കാര്യം വെള്ളം കൂടിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അപകടമാണ്. നല്ല ഒഴുക്കും കയവുള്ള സ്ഥലമാണ്. നല്ല ബുദ്ധിമുട്ടാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ തന്നെ ഇപ്പം എൻ്റെ അമ്മ ഇവരുടെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോകുമ്പോൾ തന്നെ 2 ബസ് കയറിയാണ് പോകേണ്ടത്. പക്ഷെ പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ആണ് സ്കൂളിലേക്ക് ജോലിക്ക് പോകാനും എല്ലാം വളരെ എളുപ്പമുള്ള കാര്യമാണ്. പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മടത്തനാപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്. ഒരു 2 വീലറെങ്കിലും പോകുന്ന രീതിയിൽ വന്നാൽ അത് അത്രയും നല്ലത് തന്നെയാണ്. കടത്തെ സംബന്ധിച്ച് വലിയ പാടായിരിക്കില്ല കൊണ്ടാവില്ല. മഴയൊന്ന് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കയറ് പിടിച്ച് ആലെ കെട്ടി വള്ളം അവിടെ നിർത്തിയിട്ടേക്കാം. അപ്പുറത്തോട്ട് പോകാൻ ഒരു വഴിയില്ല. പല തവണയും ഞാൻ ഉൾപ്പെടെ വള്ളത്തിൽപ്പെട്ട് കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട്. നമ്മളെ ഹൈവറേല അമ്പലത്തിൽ
ഇതുപോലെ എന്തെങ്കിലും സപ്താഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവം നടക്കുമ്പോൾ ഒരിക്കലും സപ്താഹം നടക്കുമ്പോഴായിരുന്നു നമ്മൾ വള്ളത്തിൽ അക്കലേക്ക് പോയപ്പോൾ വെള്ളം താഴോട്ട് പോയി ഉണ്ടായി. അപ്പം നമ്മളവിടെ ഈറയിൽ പിടിച്ചിട്ടാണ് നിന്നത്. പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു മണൽവാരമുള്ള സമയമായിരുന്നു. പിന്നെ ആ മണൽവെള്ളത്തെ വന്ന് കെട്ടി വലിക്കുകയാണ് ഉണ്ടായത്. നമുക്കൊരു ഒരു 4-5 അല്ലെങ്കിൽ 8 പേര് കൂടുതൽ വെള്ളത്തിൽ കയറി അക്കരെ പോകാൻ പറ്റില്ല. കാര്യം അത്രയും കപ്പാസിറ്റി ആ വെള്ളത്തിനുള്ളൂ. ഇപ്പം ഈ ഉത്സവ സമയത്തായാലും കീച്ചപ്പള്ളി അമ്പതിലായാലും അല്ലെങ്കിൽ തെറ്റുമുറി അമ്പതി ഉത്സവ സമയത്ത് അത് അപ്പുറത്തോട്ട് പോകണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലം മുതലേ ഉണ്ടല്ലോ ഈ ഒരു ചെറുപ്പാലം തൊട്ടേ ഉണ്ട്. അന്ന് തൊട്ടേ വെള്ളമുണ്ട്. അന്ന് നമ്മൾ ചെറുപ്പാലത്തൊക്കെ കടത്ത് വെള്ളം കൂടാതെ മറ്റേ മണൽ വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിലാകുമ്പോൾ കൂടുതൽ ആൾക്കാർ ഈ അക്കരയ്ക്ക് പോകാൻ പറ്റുമായിരുന്നു. അപ്പം നമുക്കത് സാധ്യമല്ല. നമ്മൾ ഈ ജനപ്രതിനിധികളൊക്കെ സമീപിച്ചായിരുന്നു നമുക്കിങ്ങനെ വെള്ളം നമ്മളങ്ങനെ സമീപിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പറെയൊക്കെ സമീപിച്ചപ്പം അദ്ദേഹം വാർഡ് മെമ്പറൊക്കെ അതിനകത്ത് നല്ല രീതിയിലുള്ള സഹകരണമുണ്ട്. വാർഡ് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ഇത് എല്ലാവർക്കും ഇവിടെ ഒരു പാലം വരണമെന്നുള്ളത് ഒരു ആവശ്യം തന്നെയാണ്. കാരണം അതിനകത്ത് രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അതൊരു ആവശ്യം തന്നെയാണ്. ഐവർകാല പ്രദേശത്തെയും മടത്തനാപ്പുഴയും ബന്ധിപ്പിക്കാൻ, അതായത് നമ്മൾ വളരെ പാരമ്പര്യമായിട്ട് പണ്ട് ഒരു കാൽനടയായിട്ട് അവർ അക്കരയ്ക്ക് കയറിക്കൊണ്ടിരുന്ന ഒരു ഇതാണ്. ഐവർകാല ആയുർവേദ ആശുപത്രിയുണ്ട്, ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു ബന്ധം ഇപ്പോഴീ കടത്ത് വെള്ളക്കൂടലും പിന്നെ ഇവിടുത്തെ നദിയുടെ ആഴം കൂടുതൽ കാരണം നമുക്കത് ബുദ്ധിമുട്ടാണ്. അക്കരയ്ക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരു പാലം വളരെ അത്യാവശ്യമാണ്. നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ, ഇവിടുത്തെ എല്ലാ പ്രദേശവാസികളുടെ എല്ലാം വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ആയുർവേദ ആശുപത്രി അവിടെ കിടത്തി ചികിത്സയൊക്കെയുള്ള ആയുർവേദ ആശുപത്രിയാണ്. അപ്പോൾ അവിടെ നമുക്ക് ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ഇവിടെ നമുക്കൊരു പാലം ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചില ഇല്ലേ നമ്മൾ കറങ്ങി പുത്തൂർ വഴി വളരെ ദുർഘടം പിടിച്ച വഴി പോകേണ്ടി വരും. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെ എല്ലാ പ്രദേശവാസികളുടെ ഒരു ശക്തമായൊരു വികാരം. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ആവശ്യമാണ്. നിവേദനങ്ങളൊക്കെ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് അടിയന്തരമായിട്ട് സാധിച്ചു തന്നാൽ വളരെ നന്നായിരിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. ഇരു കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം വേണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത് അല്ലേ? ശരിക്കും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ക്ഷേത്രത്തിൽ ഐവറായിരുന്നു. ഈ ക്ഷേത്രത്തിലൊക്കെ പണ്ട് മുതലേ ഉള്ള വളരെ പാരമ്പര്യമുള്ള ഒരു കാമ്പിത്താൻ, മണ്ണടി കാമ്പിത്താൻ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു ആരാധന. ഞങ്ങൾ പുനരുദ്ധരിച്ചിട്ട് ഈ അവസ്ഥയിലാക്കിയത് ആണ്. നേരത്തെ ഒരു ചെറിയ ആരാധന വരുന്നു. ഇവിടെ കടവിലെ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി മണ്ണടി ദേവീ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ചതാണ്. അപ്പോൾ അത് വളരെ വിശ്വാസമാണ്. ഐവറയാണെന്നുള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ഈ ക്ഷേത്രം സന്ദർശിക്കുകയും ആരാധന നടത്തുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ അവർക്ക് വൈകിട്ട് ദീപാരാധന കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് വളരെ കറങ്ങി 10 കിലോമീറ്ററോളം ചുറ്റുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഇവിടെ എത്താൻ. അത് അമ്പലമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ ആയുർവേദ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയാണ്. പ്രായമായവർക്കൊക്കെ ആ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ അവിടെ ചെല്ലണമെങ്കിൽ പുത്തൂർ വഴി ഐവർകാലം ഇറങ്ങി നടന്നു വേണം വരേണ്ടത്. ഈ കടത്ത് കടക്കാനും ഈ കടത്തിൽ കൂടെ വെള്ളം കയറി ഇറങ്ങി പോകാനൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. അപ്പോൾ ഒരു 2 വീലറെങ്കിലും പോകുന്ന തരത്തിലുള്ള ഒരു തൂക്കുപാലം നിർമ്മിക്കുകയാണെങ്കിൽ പോലും ഇത് വളരെ ഫലപ്രദമാകും. ആൾക്കാർ തൊട്ടടുത്ത് മറ്റത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രമാണ് ഐവരാലുള്ളത്. ആ ക്ഷേത്രത്തിൽ പോകാനും ഒക്കെ ഉപകരിക്കുന്നതാണ്. പൊതുവിൽ ഒരു വാണിജ്യപരമായ പ്രാധാന്യവും ഇതിൻ്റെ കൈവിട്ട് കടമ്പനാടുമായിട്ട് നേരിട്ട് കണക്ഷൻ ആവും. ഈ കടത്ത് എത്ര മണി വരെ ഉണ്ട്? ശരിക്കും 6 മണി വരെയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ. ഈ കയറി ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ആൾക്കാർ കടക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. അവിടെ നല്ല കുഴിയാണ്. അപ്പോൾ ആ ഭാഗം നല്ല ആകാത്ത കുഴിയാണ്, മണൽ വാരി കുഴിയാണ്. അപ്പോൾ കാൽവഴി അങ്ങനെ വീണ് പോയാൽ അതുകൊണ്ട് തന്നെ ഈ വെള്ളത്തെ കയറാൻ പോലും ആൾക്കാർ ഭയക്കും. അത്ര കുഴി ഇവിടെ ഉള്ളു. അങ്ങനെയാണോ? ശരിക്കും പറഞ്ഞാൽ ഗ്രാമവാസികളെ സംബന്ധിച്ച് വലിയൊരു വളരെ അടുത്ത പ്രദേശം, ഈ അപ്പുറവും ഇപ്പുറമായിട്ടേ വലിയ സഹകരണമുള്ള ഒരു പ്രദേശമായിരുന്നു. ഇപ്പൊ ആ സഹകരണങ്ങളങ്ങ് വിട്ടു. പരസ്പരം ബന്ധുക്കാരെ, അപ്പുറത്തെ ബന്ധുക്കാരെ, അതെ, അപ്പോൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് വേണം ഇവിടെ അടുത്ത ബന്ധു വീട്ടിൽ വരാൻ. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും ഉണ്ട് പ്രദേശത്ത്. അപ്പൊ ഈ ബസ്സൊക്കെ പോകുന്നത് ചുറ്റിക്കറങ്ങിയാണ്. അതെല്ലാം അങ്ങനെയാ പോകുന്നത്. പറഞ്ഞാല് അല്പം വെള്ളം വേർന്നു കഴിഞ്ഞാൽ വെള്ളം ഇറക്കാനും പറ്റാത്ത ബസ് വരും. അപ്പോൾ പിന്നെ കടത്ത് പൂർണ്ണമായിട്ടും ബുദ്ധിമുട്ട് വരും. ഒരു നല്ല ഒഴുക്ക് വന്നാൽ ചില വെള്ളമൊക്കെ ഇവിടം വരെയൊക്കെ വരും. അപ്പോഴത്തേക്ക് ഈ കൊച്ചു വെള്ളവും കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല, വലിയ പാടാണ്. കടത്ത് നടത്താൻ ഒക്കത്തില്ല. കാരണം ആൾക്കാർ ജീവന്റെ പ്രശ്നമില്ലേ. അതുകൊണ്ട് ആ വലിയ ഒരു ജലപ്രളയം ഉണ്ടായാൽ കടത്തും എല്ലാം മുടങ്ങിപ്പോകും. അങ്ങനെ ഇപ്പൊ നമുക്കൊരു പാലം വരികയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഗുണകരമായിരിക്കും? ശരിക്കും 2 താലൂക്ക് തങ്ങളിൽ അടുത്ത ബന്ധങ്ങൾ വരികയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അപ്പുറത്തെ ബന്ധുക്കാർ വീടുണ്ട്. കാരണം അപ്പുറത്തെ വീട്ടിൽ നിന്ന് 10-20-15 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഇപ്പുറത്ത് വരാൻ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. പിന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് ഇടങ്ങളിൽ കൃഷി സ്ഥലങ്ങളുള്ളവരുണ്ട്. അവരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്
പിന്നെ ആ പ്രദേശങ്ങളിൽ അയൽക്കാല പ്രദേശങ്ങളിലുള്ളവർ നേരത്തെ വണ്ടി കയറി പോകുന്ന ഇവിടുന്നായിരുന്നു. ഇപ്പൊ അതൊന്നും നടക്കുന്നില്ല. അങ്ങനെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ വളരെ ഉപകാരങ്ങളുണ്ട് രണ്ട് പ്രദേശത്തും. നമ്മുടെ ഒരു ആവശ്യം അതാണ്. നമ്മുടെ ഒരു ആവശ്യം അതാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടല്ലേ? കടക്കടത്തുണ്ട്. ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് കുളിക്കുന്നതായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഭയമാണ്. കാരണം അഗാധ കുഴിയായിപ്പോയി. ഇവിടെ തന്നെ ഒരു 20 അടി താഴ്ച. ഇവിടെ മാത്രം കല്ലായതുകൊണ്ട് മാത്രമേ ഉള്ളൂ പിടിച്ചിട്ട് ഇറങ്ങാൻ പറ്റുന്നത്. ബാക്കി എവിടെ പകുതിക്കപ്പുറം പോയാൽ നമ്മള് മുങ്ങിപ്പോവും. ഒരു 20 അടിയോളം താഴ്ച. മണൽ വാരി കുഴിഞ്ഞ അവിടെ നിന്നുള്ളവര് ഇവിടെ വരുന്ന ആ ഒരു കണക്ഷൻ ഉണ്ടായ സമയത്ത് വാണിജ്യപരമായ ഒരുപാട് ഉന്നതി ഉണ്ടായിരുന്നു. പല കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു യാത്ര ഒഴിവായപ്പോ തന്നെ ഇവിടെ ഹാൾട്ടിംഗ് പോയിന്റ് ആവുമ്പോഴെല്ലാം ഒരു വാണിജ്യ സ്ഥാപനത്തിന് പോലും ചായക്കടയ്ക്ക് പോലും പ്രസക്തിയുള്ളൂ. അതുപോലും നഷ്ടപ്പെട്ടു. അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെ. പാലം വന്നാൽ നല്ലതായിരിക്കും. ഈ കടത്ത് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഉപകാരമാണോ? ഈ കടത്തിനകത്ത് പോകാറുണ്ടോ? വള്ളത്തിലൊക്കെ പോകാറുണ്ടോ? വള്ളത്തിനകത്ത് പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എപ്പോഴും ഒന്നും പോകുന്ന സാധ്യമല്ല. എപ്പോഴൊന്നും കാണത്തില്ല അല്ലേ? എപ്പോഴൊന്നും കാണത്തില്ല. വീട്ടിൽ നിന്ന് വെള്ളം കൂടുന്തോറും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനുള്ള ഇതും കുറവാണ്. പോകണ്ടെന്ന് പറയല്ലേ? ആണോ? ശരിയാണോ? എങ്ങനെയാ അപ്പൊ കാര്യങ്ങളൊക്കെ? സ്കൂളിലൊക്കെ പോകുന്നത് എങ്ങനെയാ? ഞങ്ങൾ ഇവിടുന്ന് 3-4 ബസ് കേറിയാ പോന്നെ. വെള്ളം ഇല്ലെങ്കിൽ വെള്ളത്തിൽ കയറാനൊക്കെ പാടുണ്ടോ? വെള്ളത്തിൽ കയറാൻ വലിയ പാടൊന്നുമില്ല. വെള്ളം കയറി കഴിഞ്ഞാൽ നല്ല പ്രളയമുള്ള സമയങ്ങളിലൊക്കെ പാടായിരിക്കും. അതൊക്കെ പാടാൻ നല്ല പാടായിരിക്കും. വീട്ടുകാർ പറയോ? വീട്ടുകാർ പറയും. അവർക്കൊരു പേടിയായിരിക്കുമല്ലോ പറഞ്ഞു വിടാനൊക്കെ. അപ്പൊ പാലം വന്നു കഴിഞ്ഞാൽ ഗുണം എന്തായിരിക്കും? പാലം വന്നു കഴിഞ്ഞാ നല്ലതായിരിക്കും. പെട്ടെന്ന് അക്കരയ്ക്ക് പോവാം അല്ലെ? അപ്പുറത്തേക്ക് ഗ്രാമങ്ങളിലേക്ക് പോകാനും സൗകര്യമായിരിക്കും അല്ലെ? അപ്പോൾ അത് തന്നെയാണ് ഗ്രാമവാസികളുടെ ഏറ്റവും വലിയ ആവശ്യം. രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഇവിടെ വരണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. മടത്തനാപ്പുഴയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു കടത്ത് മാത്രമാണ് കുന്നത്തൂർ താലൂക്കിലേക്ക് പോകാൻ ഉള്ള ഏക ആശ്രയം. നമ്മളിപ്പോൾ ആ ഒരു വള്ളത്തിലാണ് പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഈ ഒരു സർവീസ് ഉണ്ടെങ്കിൽ പോലും ഈ മഴക്കാലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ളവർക്ക്. കാരണം ഈ കല്ലടയാറിൻ്റെ ജലനിരപ്പ് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ കടത്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കടത്തുണ്ടാവാറില്ല. അപ്പോൾ രണ്ട് കരകളിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തൊരു സാഹചര്യം എത്തും. ഈ പ്രളയ സമയങ്ങളിൽ ശരിക്കും ഇവിടെ നല്ല രീതിയിൽ വെള്ളം കയറുന്ന ഒരു ഭാഗമാണ്. ആയിക്കഴിഞ്ഞാൽ ഇതുവഴിയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണ്. പാലം വേണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നിട്ട് നാളുകളേറെ ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറക്കണം എന്നുള്ള വലിയൊരു ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നു. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.